വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുമ്പളങ്ങി നിവാസികളുടെ ഉപജീവന മാർഗം കായലുകളിൽ എക്കലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ് ദുസ്സഹമായിരിക്കുകയാണ്. നിരവധി തവണ അധികാരികൾക്ക് മുൻപിൽ എത്തിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഭീമഹർജി സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുമ്പളങ്ങി CPI ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർ. ഇല്ലിക്കൽ കവലയിൽ സംഘടിപ്പിച്ച ഒപ്പുശേഖരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം T രഘുവരൻ ഉദ്ഘാടനം ചെയ്തു. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കുമ്പളങ്ങി ഗ്രാമം ഇന്ന് വെള്ളക്കെട്ടിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. കാലങ്ങളായി ഇവിടത്തുകാർ മത്സ്യബന്ധനം നടത്തിയാണ് തങ്ങളുടെ ഉപജീവന മാർഗം നയിക്കുന്നത്. എന്നാൽ കായലിൽ അടിഞ്ഞിരിക്കുന്ന എക്കലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ് ആഴം കുറഞ്ഞിരിക്കുന്നതിനാൽ ഉപജീവന മാർഗമില്ലാതെ ജീവിതം ദുസ്സഹമായ അവസ്ഥയാണ്. നിരവധി തവണ അധികാരികൾക്ക് മുൻപിൽ പരാതി നൽകിയിട്ടും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ്, പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവർക്ക് ഭീമഹർജി സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPI കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർ. ഭീമഹർജിക്കായുള്ള ഒപ്പുശേഖരണം ഇല്ലിക്കൽ കവലയിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം T രഘുവരൻ ഉദ്ഘാടനം ചെയ്തു. കുമ്പളങ്ങി കെൽട്രോൺ ഫെറിയിൽ അരൂരുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന് തറക്കല്ലിട്ടിട്ട് 7 വർഷം തികഞ്ഞിട്ടും പാലം നിർമ്മിക്കാത്തതിനാൽ യാത്രാക്ലേശവും രൂക്ഷമാണെന്നും പ്രവർത്തകർ ആരോപിച്ചു. കായലുകൾ ആഴം കൂട്ടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടവും ഓരുവെള്ളം കയറാത്ത വിധത്തിൽ കുമ്പളങ്ങിയിലെ ജനങ്ങളുടെ വീടും പരിസരവും സംരക്ഷിക്കണമെന്നും നിർദ്ദിഷ്ട പാലം നിർമ്മിച്ച് യാത്രാക്ലേശം പരിഹരിക്കണമെന്നുമാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം. കായലിന്റെ ആഴം 8 മീറ്റർ 8.5 മീറ്റർ എല്ലാം ഉണ്ടായിരുന്ന നമ്മുടെ കായൽ ഇന്ന് 1.5 മീറ്ററായി ചുരുങ്ങി. കായലിന്റെ ആഴം 1.5 മീറ്ററായി ചുരുങ്ങി. ചാലുകൾ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. കായലിന്റെ പ്രത്യേക ഒരു മേഖല ചാലുകളായി കണക്കാക്കുന്നതാണ്. ചാലുകളുടെ ആഴം 8 മീറ്റർ കൂടുതലുണ്ട് പല പ്രദേശങ്ങളിലും. ആ ചാലുകളൊന്നും ഇന്ന് വേമ്പനാട്ടുകാരിൽ അവശേഷിക്കുന്നില്ല. അവിടെയെല്ലാം എക്കലും ചെളിയും അടിഞ്ഞ് കായല് ചതുപ്പ് കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് കുഫോസിന്റെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. കല്ലഞ്ചേരി കായലാണ് ഏറ്റവും സമൃദ്ധമായ ഒരു കായൽ. കല്ലഞ്ചേരി കായൽ എന്ന് പറയുന്നത് ആ പ്രദേശവുമായി ഉൾപ്പെട്ട പ്രാദേശികമായി പറയുന്ന ഒരു പേരാണ്. വേമ്പനാട്ടുകായലിന്റെ ഭാഗം തന്നെയാണ്. ആ കല്ലഞ്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ ചതുപ്പ് ചെളിയും അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ഈ ഗ്രാമം ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ ഗ്രാമം ആകെ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോ ഇവിടെ ഈ പറഞ്ഞതുപോലെ വൃശ്ചിക വേലിയേറ്റം കൊണ്ട് മാത്രം തീരുന്ന ഒരു വിഷയമല്ല ഇത്. നമുക്ക് ചുറ്റുമുള്ള ഈ കായല് നികന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പുശേഖരണത്തിൽ CPI കൊച്ചി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ജലീൽ, AITUC സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി, CPI കൊച്ചി മണ്ഡലം കമ്മിറ്റി അംഗം KK ഭാസ്കരൻ, സെക്രട്ടേറിയറ്റ് മെമ്പർ മുഹമ്മദ് അബ്ബാസ്, CPI ചെല്ലാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AB ജോസി, കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.